Good morning. Today we are going to discuss an essay from Module 1, Mother Tongue by Chinese American writer Emmy Tan. According to Emmy Tan, writing is an extreme privilege, but it is also a gift. It is a gift to yourself and it's a gift of giving a story to someone. എമ്മി ടാൻ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു. ലാംഗ്വേജിനോടുള്ള ഒരു ലവ് എമ്മി ടാൻ്റെ വർക്കുകളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഷീ ഈസ് എ ചൈനീസ് അമേരിക്കൻ റൈറ്റർ ആൻഡ് ഷീ ഈസ് ഓൾസോ എ ഡയസ്പോറിക് റൈറ്റർ, എ മൈഗ്രൻ്റ് റൈറ്റർ. ആൻഡ് her famous or celebrated novel is The Joy Luck Club, and she was the daughter of the first generation Chinese settlers in America. എമ്മി ടാൻ്റെ പാരൻസ് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ്. അവരെയാണ് ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസ് എന്ന് പറയും. അവരുടെ മക്കളെ സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസ് എന്ന് പറയും. എമ്മി ടാൻ ആൻഡ് ഹെർ ബ്രദർ failed to balance the Chinese culture and American culture. എമ്മി ടാനും ബ്രദേഴ്സും ചൈനീസ് പാരൻസിന് അമേരിക്കയിൽ ജനിച്ച മക്കളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഒരു കൾച്ചറൽ ക്രൈസിസ് ഇവരുടെ മുന്നിലേക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താ, വീട്ടിലായിരിക്കുമ്പോൾ ഇവർക്ക് ചൈനീസ് കൾച്ചറും ചൈനീസ് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടാവും. പക്ഷേ പുറത്തിറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ അത് മാത്രമല്ല സ്കൂളിലൊക്കെയാണ് പിയേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് അവഗണനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എമ്മി ടാനും ബ്രദേഴ്സിനും. ടീച്ചേഴ്സിന് അടുത്ത് നിന്നാണെങ്കിലും ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എമ്മി ടാൻ എന്ന റൈറ്ററും ബ്രദേഴ്സും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മദർ ടങ് എന്ന എസ്സേയിൽ എമ്മി ടാൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എമ്മി ടാൻ എന്ന റൈറ്ററിൻ്റെ ജീവിതത്തിൽ ഇംഗ്ലീഷ് എത്രമാത്രം സ്വാധീനിച്ചു, അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംഗ്ലീഷസ് എമ്മി ടാൻ പറയുന്നുണ്ട്. ഷീ ഈസ് യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംഗ്ലീഷസ് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പല ടൈപ്പ് ഇംഗ്ലീഷാണ് എമ്മി ടാൻ യൂസ് ചെയ്തിരുന്നത്. വീട്ടിലായിരിക്കുമ്പോൾ അമ്മയോട് സംസാരിക്കാൻ സിമ്പിൾ ഇംഗ്ലീഷ്, ബ്രോക്കൺ ഇംഗ്ലീഷ് ഒക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുറത്ത് എഡ്യൂക്കേറ്റഡ് പീപ്പിളിനോട് സംസാരിക്കാൻ കുറച്ചുകൂടെ അക്കാഡമിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള, ഇഡിയോമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എമ്മി ടാൻ പുറത്തൊക്കെ സംസാരിച്ചിരുന്നത്. അതുകൂടാതെ തന്നെ ഡയസ്പോറിക് പീപ്പിളിൻ്റെ ഇംഗ്ലീഷിനെ പറ്റി എമ്മി ടാൻ പറയുന്നുണ്ട്. ഡയസ്പോറിക് പീപ്പിളിന് ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കും. അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി ആണെങ്കിലും ബ്രോക്കൺ ഐഡൻറ്റിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആയിരിക്കും ഡയസ്പോറിക് പീപ്പിളിന് എപ്പോഴും ഉണ്ടായിരിക്കുക. കാരണം എന്താണ്, അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. ഒരു രാജ്യത്തു നിന്നും മറ്റ് രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൾച്ചറൽ ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം കൾച്ചറൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ടാൻ ഹാഡ് കോംപ്ലക്സ് അബൌട്ട് ദെയർ ചൈനീസ് അപ്പിയറൻസ് ആൻഡ് ഷീ ഗ്രൂ അപ്പ് ബൈ ഇമിറ്റേറ്റിംഗ് അമേരിക്കൻ ഹാബിറ്റ്സ്. ഷീ ചൂസസ് to study English and linguistics at college, and her famous works are Rules of the Game, The Kitchen God's Wife, The 100 Secret Senses, and Bangle Seller's Daughter. നമുക്ക് എസ്സേയിലേക്ക് കടക്കാം. എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Mother Tongue is a brilliant essay which deals with the linguistic issues faced by the first and second generation Chinese settlers in America. And Emmy Tan narrates her own experience of cultural and linguistic clashes. Her English is substandard at her home, but she speaks standard English in public spaces. The essay tells us about
the different identities of a young woman in various contexts. First generation migrants, Amit and parents അടങ്ങുന്ന ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസും സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസും നേരിടുന്ന ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ് ആണ് ഈ എസ്സേയിൽ എമീറ്റ് ആൻഡ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിൽ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ചൈനയിൽ നിന്നും കുടിയേറി അമേരിക്കയിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയ ചൈനീസ് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായാലും ഇംഗ്ലീഷ് ലേണിങ്ങിൽ അവർക്കൊരു ബാരിയർ ആയിരിക്കും, ഒരു തടസ്സമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തടസ്സം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനും കറക്റ്റായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറും കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാനായിട്ട് അത്തരം ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസിന് സാധിച്ചിരുന്നില്ല. സെക്കൻഡ് ജനറേഷൻ മൈഗ്രൻസ്, അതായത് എമീറ്റാൻ ഉൾപ്പെടുന്ന ആ ഒരു ജനറേഷൻ മൈഗ്രൻ്റ് പാരൻസിൻ്റെ മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കൻ കൾച്ചറിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എമീറ്റാൻ ഈ എസ്സേയിൽ തൻ്റെ മദർ യൂസ് ചെയ്യുന്ന പല തരത്തിലുള്ള ഇംഗ്ലീഷ്, പല സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷും അതിലെ ഗ്രാമാറ്റിക്കൽ ഇറേഴ്സിനെ പറ്റിയും എമീറ്റാന് നേരിടേണ്ടി വന്ന കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഷീ നറേറ്റ്സ് ഹെർ ഓൺ എക്സ്പീരിയൻസ് ഓഫ് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ക്ലാഷസ്. എമീറ്റാൻ ഡിഫറൻറ്റ് ഇംഗ്ലീഷസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? വീട്ടിലായിരിക്കുമ്പോൾ സബ്സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. അധികം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ ബ്രോക്കൺ ഇംഗ്ലീഷ്, സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ് പബ്ലിക് സ്പിയറിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് കാണാം എമീറ്റാൻ പറയുന്നുണ്ട്, ഷീ ഈസ് നോട്ട് എ സ്കോളർ, ഷീ ഈസ് ഓൺലി എ റൈറ്റർ. And she explains and introduces the different kinds of English that she and her family speak. Amitan is not a scholar. She is a writer and loves language. She always thinks of language. It is the tool for her trade. What is her trade? Her trade is writing. She talks different depending on occasion. In a speech, she used English she never used at home with her mom. This shows that the English she uses with her mom has intimacy. It is the English she uses at her home for years. എമീറ്റാൻ ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഇംഗ്ലീഷ് സിറ്റിസൺ തന്നെയാണ്, അമേരിക്കൻ സിറ്റിസൺ തന്നെയാണ് സെർട്ടൻലി അല്ലേ? കാരണം എന്താ, അമേരിക്കയിലാണ് ജനിച്ചതും വളരുന്നതും. എന്നാൽ അമ്മയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ചൈനീസ് ഇൻഫ്ലുവൻസ്, ചൈനീസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയുള്ള ഒരു റൈറ്ററാണ്. അതുകൊണ്ട് എമീറ്റാൻ എസ്സേയുടെ ബിഗിനിങ്ങിൽ പറയുകയാണ്, ഐ ആം നോട്ട് എ സ്കോളർ ഓഫ് ഇംഗ്ലീഷ് ഓർ ലിറ്ററേച്ചർ. ഐ കനോട്ട് ഗിവ് യു മച്ച് മോർ ദാൻ പേഴ്സണൽ ഒപ്പീനിയൻസ് ഓൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് വേരിയേഷൻസ് ഇൻ ദിസ് കൺട്രി ഓർ അതർ. ഐ എം എ റൈറ്റർ and by that definition I am someone who has always loved language. And she is also speaking about the power of language. എമീറ്റാൻ പറയാണ്, ലാംഗ്വേജ് ഇസ് ദ ടൂൾ ഫോർ മൈ ട്രേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാംഗ്വേജിനോട് അത്രമാത്രം ലവ് ആണ്. ഒരു ട്രേഡിൻ്റെ ടൂളായിട്ട്, തൻ്റെ ട്രേഡിൻ്റെ ടൂൾ, അതായത് ട്രേഡ് എന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ആണ്, തനിക്ക് എഴുതാനുള്ള ഒരു ടൂളായിട്ട് ലാംഗ്വേജിനെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഷീ ഓൾവേസ് ലവ് ലാംഗ്വേജ് ആൻഡ് ഷീ ഈസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ദ പവർ ഓഫ് ലാംഗ്വേജ്. എമീറ്റാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനും പുറത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനും ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന് ഇൻറ്റിമസി കൂടുതലാണ്. കാരണം എന്താ, വീട്ടിലുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. അത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഇൻറ്റിമസി ഉള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പം എമീറ്റാൻ്റെ അമ്മയുടെ വൊക്കാബുലറി ചിലപ്പം മനസ്സിലാകാതെ വരും, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളും ഒക്കെ മനസ്സിലാകാതെ വന്നിരിക്കാം.
പക്ഷേ എമീറ്റാനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്, ക്ലിയർ ആണ്, എമീറ്റാന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. എമീറ്റാൻസ് മദർ വാസ് എ ഫസ്റ്റ് ജനറേഷൻ ചൈനീസ് സെറ്റിലർ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. Naturally, her English was influenced by her mother tongue, Chinese. Emmytan's speech was loaded with grammatical phrases, burdened with past perfect tenses, conditional phrases, and so while she used while she used it in the public. എമീറ്റാനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് ആയിരിക്കും. എന്നാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മദർ ടങ് ആയ ചൈനീസ് ഇൻഫ്ലുവൻസ് കൂടി ചേർന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഫസ്റ്റ് ജനറേഷൻ അമേരിക്കൻ സെറ്റിലറായ അമ്മ യൂസ് ചെയ്യുന്നത്. ആൻഡ് എമീറ്റാൻ tells that the English they use in their family was a different sort of English. Her mother used to speak broken English or fractured English. അമ്മയുടെ ഇംഗ്ലീഷിനെ പറ്റി എമീറ്റാൻ പറയാണ്, അമ്മയുടെ ഇംഗ്ലീഷ് ബ്രോക്കൺ ഇംഗ്ലീഷ് ആണ്, ഫ്രാക്ചേർഡ് ഇംഗ്ലീഷ് ആണ് എന്നാണ് ആളുകൾ പറയാറുള്ളത്. അമ്മയുടെ ഇംഗ്ലീഷിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Her mother used to say, "Not waste money that way," instead of saying, "Don't waste money that way." നോർമലി നമ്മൾ പറയാറുള്ളത് "ഡോണ്ട് വേസ്റ്റ് മണി ദാറ്റ് വേ" എന്നാണ് അല്ലേ. ബട്ട് എമീറ്റാൻ്റെ മദർ മിക്കപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് "നോട്ട് വേസ്റ്റ് മണി ദാറ്റ് വേ." ഹിയർ ഷീ ഈസ് എക്സ്പ്ലെയിനിങ് ദ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് her mother is using. Her mother's English was not fully understood by the people outside the family circle, but to Amitan, her mother's English was perfectly clear, natural and vivid, direct and full of observations and imagery. എമീറ്റാൻ്റെ അമ്മയുടെ ഇംഗ്ലീഷ് മനസ്സിലാവാത്തവരാണ് കൂടുതലും. എന്നാൽ എമീറ്റാനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഇംഗ്ലീഷ് പെർഫെക്റ്റ്ലി ക്ലിയർ ആണ്, നാച്ചുറൽ ആണ്, വിവിഡ് ആണ്, ഡയറക്റ്റ് ആണ്. But according to Emmytan, language has a power to evoke an emotion, a visual image and express a complex idea or a simple truth. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ലാംഗ്വേജിന് വളരെ വലിയൊരു പവറുണ്ട് ഹ്യൂമൻ ലൈഫിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനും ഇമേജസിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ലാംഗ്വേജ് ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യാറുണ്ട്. കോംപ്ലക്സ് ഐഡിയാസും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഹ്യൂമൻ ബീങ്സ് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജിന് ഹ്യൂമൻ ലൈഫിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എമീറ്റാനിന് അറിയാം. While some people may have told that her mother's English is very unclear and describe it as broken, Emmytan explains that she understands it perfectly, calling it her mother tongue. ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. എമ്മീറ്റാനെ സംബന്ധിച്ചിടത്തോളം എമ്മീറ്റാൻ്റെ അമ്മയുടെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആണ്, അത് അമ്മ ഭാഷയാണ്, മദർ ടങ് ആണ്. ഷീ ക്ലെയിംസ് ദാറ്റ് ബ്രോക്കൺ ഇംഗ്ലീഷ് ഈസ് നോട്ട് ബ്രോക്കൺ, ഡിഫെൻഡിങ് ഹെർ മദേഴ്സ് സ്പീച്ച്. ഇവിടെ ഒരു ഡിഫെൻഡിങ് ടോൺ എമീറ്റാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാണാം അല്ലേ. എമീറ്റാൻ്റെ അമ്മയുടെ ഇംഗ്ലീഷിനെ ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് ആൾക്കാർ വിളിക്കുമ്പോഴും എമീറ്റാൻ അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പറയുകയാണ് അമ്മയുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് വിവിഡാണ്, ക്ലിയർ ആണ് എന്നൊക്കെ എമീറ്റാൻ പറയുകയാണ്. എമീറ്റാൻ കുറേ അനക്ഡോട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ എസ്സേയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അനക്ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്നാണ് മീനിങ്. അനക്ഡോട്ട്സ് സ്റ്റോറി. അതിൽ കുറേ കാര്യങ്ങൾ എമീറ്റാൻ സ്കൂളിൽ നേരിടേണ്ടി വന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് കാരണം നേരിടേണ്ടി വന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നേരിടേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എമീറ്റാൻ്റെ അമ്മയുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എമീറ്റാൻ്റെ ഹോം ലാംഗ്വേജ്, എമീറ്റാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമായി പോയിട്ടുണ്ടെന്നാണ് റൈറ്റർ പറയുന്നത്. Being a first-generation Chinese settler in United States, her mother's English was influenced by Chinese. She used to speak what Emmy calls broken or fractured English. Her language violated all the conventional rules of grammar.
Emmy Tan feels that her mother's English had an effect on limiting her possibilities of life. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അവനായിരിക്കുന്ന സിറ്റുവേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും കാണും. എമ്മി ടാനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് പാരൻസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ലാംഗ്വേജിൻ്റെ കാര്യത്തിലായാലും കൾച്ചറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു ഫാമിലി ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാരണം എന്ന് എമ്മി ടാൻ പറയുന്നു. She thinks that the language spoken in the family, especially immigrant families, plays a great role in shaping the language of that child. In this context, Emmy Tan discloses that she was better in maths than English at school. Her teachers discouraged her attempt to being a writer for this reason. But being a rebel and being ambitious, she chooses to be a writer, especially of fiction. എമ്മി ടാൻ പറയാണ്, ഇത്തരത്തിൽ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഫാമിലീസിലെ കുട്ടികളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം. സ്കൂളിൽ ആയാലും ഈ ഇമിഗ്രൻ്റ് ചിൽഡ്രനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും അവർക്ക് മാത്സ്. എമ്മി ടാൻ സ്കൂളിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എമ്മി ടാൻ്റെ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ് കാരണം എമ്മി ടാൻ്റെ ടീച്ചേഴ്സ് എമ്മി ടാൻ്റെ അംബീഷനെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി എമ്മി ടാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എമ്മി ടാൻ്റെ ഏറ്റവും വലിയ അംബീഷൻ ഒരു റൈറ്റർ ആവുക എന്നുള്ളതായിരുന്നു. ബിക്കോസ് ഷീ ലവ്സ് ലാംഗ്വേജ്. ബട്ട് ടീച്ചേഴ്സ് ഡിസ്കറേജ് her attempt to being a writer for this reason. What reason? ഇംഗ്ലീഷിൽ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള റീസൺ കാരണം ഒരു റൈറ്റിംഗ് കരിയർ സെലക്ട് ചെയ്യുന്നതിൽ നിന്നും എമ്മി ടാനെ പിന്തിരിപ്പിക്കാനാണ് ടീച്ചേഴ്സ് ട്രൈ ചെയ്തത്. എന്നാൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു യങ് ലേഡി ആയിരുന്നു എമ്മി ടാൻ. അതുകൊണ്ട് തന്നെ പരിശ്രമം കൊണ്ട് ഒരു വലിയ എഴുത്തുകാരിയായി മാറുക തന്നെ ചെയ്തു. എസ്പെഷ്യലി ഓഫ് ഫിക്ഷൻ, നോവലും ഷോർട്ട് സ്റ്റോറിയും ഒക്കെ എഴുതുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് ഇന്ന് ചൈനീസ് അമേരിക്കൻ റൈറ്ററായ എമ്മി ടാൻ. ഇനി പറയുന്ന മറ്റൊരു അനക്ഡോട്ടാണ് സ്റ്റോക്ക് ബ്രോക്കറുമായിട്ടുണ്ടായ ഒരു പ്രശ്നം. സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കറാണ് സ്റ്റോക്ക് ബ്രോക്കർ. കോൺവെർസേഷൻ എമ്മി ടാൻ ആൻഡ് ഹർ മദർ ഹാഡ് വിത്ത് എ സ്റ്റോക്ക് ബ്രോക്കർ. എമ്മി ടാൻ്റെ മദർ ഇടയ്ക്കെല്ലാം എമ്മി ടാൻ്റെ മദറിന് വരുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ മകളോട് പറയാറുണ്ടായിരുന്നു. കാരണം അമ്മയുടെ ഇംഗ്ലീഷ് ബ്രോക്കൺ ആണ് എന്ന് അമ്മയ്ക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് മകളെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആണ് ഇനി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എമ്മി ടാൻസ് മദർ വാസ് കോൺഷ്യസ് ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ഷി വാസ് യൂസിങ്. When Emmy was 15, her mother used to ask her to call people on the phone pretending her to her mother. Emmy was thus forced to ask for information or even to complain and yell people who had been rude to her. എമ്മി ടാന് 15 വയസ്സായപ്പോൾ മുതൽ അമ്മ ഇങ്ങനെ എമ്മി ടാനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫോൺ ഒക്കെ ചെയ്തിരുന്നത്. എമ്മി ടാൻ ഒരുപാട് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഒരുപാട് ആളുകളോട് കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ തന്നോട് റൂഡായിട്ടുള്ള ആൾക്കാരോട് ഒന്ന് സംസാരിക്കാനും ഒക്കെ എമ്മി ടാൻ 15 വയസ്സ് മുതൽ അമ്മയുടെ അസിസ്റ്റൻ്റ് പോലെ വർക്ക് ചെയ്യുകയായിരുന്നു. Once it was a call to her stockbroker in New York. Emmy had to get on the phone and say in adolescent voice, "This is Mrs. Tan." അപ്പം ഒരു ദിവസം ന്യൂയോർക്കിൽ നിന്ന് സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ കോളാണ് അമ്മയ്ക്ക് വന്നത്. ആ കോള് അമ്മ എമ്മി ടാനെ ഏൽപ്പിക്കുകയാണ്. ഇത് അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് എമ്മി ടാനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എമ്മി ടാൻ ഒരു അഡോളസൻറ്റ് വോയിസിൽ സംസാരിക്കേണ്ടതായിട്ട് വന്നു. "This is Mrs. Tan." Her mother whispered loudly in her back and saying, "Why he don't send me check already 2 weeks late? So made he lie to me, losing me money." ഇതൊരു ഗ്രാമാറ്റിക്കലി
ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. അത് മദറിൻ്റെ ഇംഗ്ലീഷാണ്. എമീറ്റ് ആൻഡ് മദർ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇംഗ്ലീഷാണ്. ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷാണ്. അപ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് പതുക്കെ അമ്മ ഇങ്ങനെ ബ്രോക്കൺ ഇംഗ്ലീഷിൽ എമീറ്റാന് പറഞ്ഞു കൊടുക്കും എന്ത് കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ സ്റ്റോക്ക് ബ്രോക്കറിനെ അറിയിക്കേണ്ടത് എമീറ്റാൻ്റെ കടമയായിരുന്നു. ദെൻ എമി ട്രാൻസ്ലേറ്റ്സ് ഇറ്റ് ഇൻ ടു പെർഫെക്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ആസ് യെസ് ഐ ആം കൺസേൺ യു ഹാഡ് എഗ്രീഡ് ടു സെൻഡ് ദ ചെക്ക് 2 weeks ago but it hasn't arrived. Then കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഈ സ്റ്റോക്ക് ബ്രോക്കറെ കാണാനായിട്ട് അവരുടെ ഓഫീസിലേക്ക് എമീറ്റാനെയും കൂട്ടിക്കൊണ്ട് മദർ പോകുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഇനി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എ വീക്ക് ലേറ്റർ വെൻ ദേ ബോത്ത് met the broker at his office, the mother herself began shouting at him in her fractured English. It was really an embarrassing experience for a teenager. On another occasion, the officials at a hospital ignored the mother because of her horrible English. സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ മദർ ആ സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് കുറച്ച് റൂഡായിട്ട് സംസാരിക്കുകയാണ്, ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ടീനേജറായ എമീറ്റാനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു ഇൻസൾട്ട് ഫീലിംഗ് ആണ് എമീറ്റാന് ഫീൽ ചെയ്യുന്നത്. ഇപ്പം കൾച്ചറലായിട്ടും ലാംഗ്വേജിൻ്റെ ബേസിസിലായാലും ചൈനീസ് സെറ്റിലേഴ്സും അമേരിക്കൻ പീപ്പിളും തമ്മിലൊരു ഡിഫറൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ അനദർ അനക്ഡോട്ട് എമീറ്റാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവമാണ്. ഓൺ അനദർ ഒക്കേഷൻ ദ ഒഫീഷ്യൽസ് അറ്റ് എ ഹോസ്പിറ്റൽ ignored the mother because of a horrible English. അമ്മ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് മനസ്സിലാക്കാത്തത് കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ ആരും അമ്മയെ മൈൻഡ് ചെയ്യാതിരുന്ന ഒരു സിറ്റുവേഷൻ എമീറ്റാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവിടെയും അമ്മ വളരെ റൂഡായിട്ട് പെരുമാറുന്നതായിട്ടാണ് എമീറ്റാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡോട്ടർ വാസ് നോട്ട് വെരി പ്രൗഡ് ഓഫ് ഹർ മദേഴ്സ് ഇംഗ്ലീഷ്. അക്കോർഡിംഗ് ടു എമീറ്റാൻ, her mother's English expressed her thoughts imperfectly because her thoughts were also imperfect. എമീറ്റാൻ പറയാണ് അമ്മയുടെ തോട്ട്സൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പെർഫെക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അമ്മ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ പോലും പലപ്പോഴും യൂസ് ചെയ്യാറില്ല. അതിന് കാരണം അമ്മയുടെ തോട്ട്സ് ഇംപെർഫെക്റ്റ് ആയതുകൊണ്ടാണെന്നാണ്. ഇവിടെ ഡയസ്പോറിക് പീപ്പിളിൻ്റെ ഒരു മൈൻഡ് സെറ്റിനെ പോലും ഇവിടെ എമീറ്റാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡയസ്പോറിക് പീപ്പിളിന് ഒരു ഡിലേമയാണ് മനസ്സിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്, ഒരു ഐസൊലേഷൻ ഫീലിംഗ് ഒക്കെയാണ് ഒരു ഫോറിൻ കൺട്രിയിൽ ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ടൈപ്പ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലേ. ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ടൈപ്സ് ഓഫ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ചൈനീസ് കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ജീവിക്കുന്നത് അമേരിക്കയിലാണ്. അമേരിക്കൻ ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസും അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അത് വേണോ ഇത് വേണോ ഒരു ഡുവാലിറ്റിയുടെ ഇടയ്ക്ക് കിടന്നിട്ടുള്ള ഒരു പ്രോബ്ലം, അത് സ്വീകരിക്കണോ ഇത് സ്വീകരിക്കണോ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന, അതുകൊണ്ട് തന്നെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള തോട്ടാണ് എപ്പോഴും ഡയസ്പോറിക് ആയിട്ടുള്ള പീപ്പിളിനുണ്ടാവുന്നത്. ദെൻ ബീയിങ് എ ഫിക്ഷൻ റൈറ്റർ, എമി യൂസസ് മദർ ഇംഗ്ലീഷ് ഇൻ ഹർ stories because they dealt with the life of mothers. That creates some irony. എമീറ്റാൻ ഒരു ഫിക്ഷൻ റൈറ്ററാണ് അല്ലേ. ഷോർട്ട് സ്റ്റോറി, നോവലൊക്കെ എഴുതുന്ന ഒരു റൈറ്ററാണ്. അപ്പം മദേഴ്സ് ഇംഗ്ലീഷ് എമീറ്റാൻ്റെ റൈറ്റിങ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താ, റൈറ്റിങ്സിൽ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി, അമ്മയുടെ കാര്യങ്ങളൊക്കെ നറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഇൻറ്റിമസി കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ബ്രോക്കൺ ഇംഗ്ലീഷസൊക്കെ എമീറ്റാൻ യൂസ് ചെയ്യാറുണ്ട്. മദർ ടങ് എമീറ്റാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഐറണി നമുക്ക് കാണാം അല്ലേ. എമീറ്റാൻ്റെ മദറിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ്, ബ്രോക്കൺ ഇംഗ്ലീഷാണ്,
ഫ്രാക്ചേർഡ് ഇംഗ്ലീഷ് ആണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ആ ഇംഗ്ലീഷ് എമീറ്റാന് ലിറ്റററി വർക്ക്സ് എഴുതാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ളത് അവിടെ ഒരു ഐറോണിക്കൽ സിറ്റുവേഷൻ ആയിട്ട് കടന്നു വരുന്നുണ്ട്. Then she's also saying that Asian Americans usually, because of the environment they grew up, are better at math than English. നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. Math is precise. There is only one correct answer. When in English test, it is more a judgment call, matter of opinion and personal experience. So there must be other Asian American students whose English spoken at home is broken. Asian Americans, അത് ഏഷ്യൻ കൺട്രീസിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഏഷ്യൻ അമേരിക്കൻസ്, ഡയസ്പോറിക് പീപ്പിൾ, അവരുടെ എല്ലാം സിറ്റുവേഷൻ എമീറ്റാൻ്റേതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അവരുടെ എല്ലാം സ്കൂൾ ലൈഫിൽ അവർക്ക് ഇംഗ്ലീഷിനെക്കാളിലും എളുപ്പമുള്ള സബ്ജക്റ്റാണ് മാത്സ്. കാരണം എന്താ, മാത്സിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. ആ ആൻസർ എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും. എന്നാൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പം ഒരു ജഡ്ജ്മെൻറ്റ് കോളാണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ ബേസ്ഡ് ആണ്. പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതേണ്ടതായിട്ട് വരും ഇംഗ്ലീഷ് ടെസ്റ്റുകളിൽ. മാത്രമല്ല ഏഷ്യൻ അമേരിക്കൻ സ്റ്റുഡൻസ് എല്ലാം വീട്ടിൽ യൂസ് ചെയ്യുന്ന അവരുടെ ഹോം ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബ്രോക്കൺ ഇംഗ്ലീഷാണ്. ഹോം ലാംഗ്വേജായിട്ട് ഏഷ്യൻ അമേരിക്കൻ സ്റ്റുഡൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ബ്രോക്കൺ ഇംഗ്ലീഷ് ആണെന്ന് എമീറ്റാൻ പറയാണ്. She ends up with the idea that her mother's English affect her in a negative way because of the way her mom speaks. അമ്മയുടെ ഇംഗ്ലീഷ് എമീറ്റാനെ നെഗറ്റീവായിട്ട് കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എമീറ്റാൻ തൻ്റെ സംസാരത്തെപ്പറ്റി കോൺഷ്യസ് അല്ലാതിരിക്കുന്ന സമയത്തെല്ലാം മദർ ടങ് ആണ് യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ മദേഴ്സ് ഇംഗ്ലീഷാണ് എമീറ്റാൻ യൂസ് ചെയ്യാറുള്ളത്. വളരെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന അവസരങ്ങളിൽ മാത്രമേ ഗ്രാമാറ്റിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് എമീറ്റാൻ യൂസ് ചെയ്യാറുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഹോം ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്, മദർ ലാംഗ്വേജിൻ്റെ, അമ്മയുടെ ഭാഷയുടെ ഇൻഫ്ലുവൻസ് ആണ് എന്ന് എമീറ്റാൻ പറയാണ്. അത് എമീറ്റാനെ ഒരുപാട് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ എക്സ്പ്ലെയിൻസ് ആൻഡ് റീസ്റ്റേറ്റ് ദാറ്റ് her mother's tongue is not broken and she understands it perfectly. She also says that she doesn't have any problem speaking or writing because this is English that she uses with her mom. It has intimacy, meaning it is not grammatically correct. എമീറ്റാൻ പറയാണ് അമ്മയുടെ ഇംഗ്ലീഷ് ബ്രോക്കൺ അല്ല. കാരണം എന്താ, അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മകളായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഇംഗ്ലീഷിലൊരു ഇൻറ്റിമസി ഉണ്ട്. ഇറ്റ് ഹാസ് ഇൻറ്റിമസി. ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റായ സെൻറ്റൻസുകളായിരിക്കും യൂസ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഹാസ് ഇൻറ്റിമസി. എമീറ്റാൻ ഡിഫറെൻറ്റ് ഇംഗ്ലീഷസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് ഇംഗ്ലീഷ് വേരിയേഷൻസ്, കോണ്ടെക്സ്റ്റിനനുസരിച്ച് പലതരത്തിലുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ആണ് എമീറ്റാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഡിഫറെൻറ്റ് ഇംഗ്ലീഷസ് എന്നുകൊണ്ട് എമീറ്റാൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ബീങ് എ റൈറ്റർ, ഷി ഹാസ് ഓൾവേസ് fascinated by the mysterious and mystic power of language. At home, she speaks her mother's broken English, but her English is idiomatic and perfect in public spaces. The language of her stories is also influenced by her translation of Chinese into English. And according to Emetan, language has the power to evoke an emotion, a visual image, and express a complex idea or a simple truth. By different Englishes, Emetan means the English a person uses in private places like home, the formal English used in interactions with the educated people, and the broken English of diasporic people like her mother.
എമീറ്റാൻ വീട്ടിൽ യൂസ് ചെയ്യാറുള്ളത് മദേഴ്സ് ഇംഗ്ലീഷാണ്, ബ്രോക്കൺ ഇംഗ്ലീഷാണ്. പബ്ലിക് സ്പേസിൽ യൂസ് ചെയ്യാറുള്ളത് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. റൈറ്റിങ്സിലൊക്കെ ചൈനീസ് ഇൻഫ്ലുവൻസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് എമീറ്റാൻ യൂസ് ചെയ്യാറുള്ളത്. ദെൻ ലാംഗ്വേജിന് ഓരോ ഇമോഷൻസിനെ, ഹ്യൂമൻ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എമീറ്റാൻ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് പാരഗ്രാഫുകളിൽ പറയുന്ന കാര്യമാണ്. ആൻഡ് ബൈ ഡിഫറെൻറ്റ് ഇംഗ്ലീഷസ്, എമീറ്റാൻ ഡിഫറെൻറ്റ് ഇംഗ്ലീഷസ് എന്ന് പറയുമ്പം മീൻ ചെയ്യുന്നത് പല ഡയലക്റ്റിക് വെറൈറ്റീസിനെ അല്ല, മറിച്ച് ഡയസ്പോറിക് ആയിട്ടുള്ള ഈ പീപ്പിൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇംഗ്ലീഷസിനെ പറ്റിയാണ്. ഒന്ന് അവരുടെ ഹോം ലാംഗ്വേജ്, അവർ വീട്ടിൽ യൂസ് ചെയ്യുന്ന അവരുടെ ബ്രോക്കൺ ഇംഗ്ലീഷ്. ദെൻ ഫോമൽ ഇംഗ്ലീഷ് യൂസ്ഡ് ഇൻ ഇൻട്രാക്ഷൻസ് വിത്ത് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരോട് സംസാരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോമൽ ഇംഗ്ലീഷ്, ഗ്രാമാറ്റിക്കലി കറക്റ്റായ ഫോമൽ ഇംഗ്ലീഷ്. ദെൻ ഡയസ്പോറിക് പീപ്പിൾ, ഫസ്റ്റ് ജനറേഷൻ ഡയസ്പോറിക് പീപ്പിൾ യൂസ് ചെയ്യുന്ന, എമീറ്റാൻ്റെ മദറെ പോലെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ബ്രോക്കൺ ഇംഗ്ലീഷ്. അപ്പം പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംഗ്ലീഷ് എന്ന് എമീറ്റാൻ പറയുമ്പോൾ അതാണ്. എമീറ്റാൻ ഹോമിൽ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഇംഗ്ലീഷാണ്, അതിനെ ബ്രോക്കൺ എന്ന് പറയാൻ പറ്റിയല്ല. എന്നാൽ മദറിൻ്റെ ഇംഗ്ലീഷ് ബ്രോക്കൺ ആണ്, അതിന് ഡിഫറൻസ് ഉണ്ട്. സെൻറ്റൻസുകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് മദർ ചിലപ്പം യൂസ് ചെയ്യാതെ വരുന്നുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ അത് ബ്രോക്കൺ ഇംഗ്ലീഷാണ്. ദെൻ ഡയസ്പോറ. ഡയസ്പോറ എന്ന ടേം ഈ മൊഡ്യൂളിൽ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേമാണ് അല്ലേ ഡയസ്പോറ എന്ന് പറയുന്നത്. ഡയസ്പോറിക് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ എന്നാണ് മീനിങ്. മൈഗ്രേറ്റഡ് പീപ്പിൾ, ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ, ട്രാൻസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉള്ള പീപ്പിളാണ്. ഡയസ്പോറ ഇസ് എ ടേം ദാറ്റ് അട്രാക്റ്റഡ് മച്ച് ക്രിട്ടിക്കൽ അറ്റൻഷൻ ഇൻ അവർ ടൈം. The problems faced by diasporic communities are manifold. The social, cultural, psychological, economic and linguistic factors that determine one's identity is through the medium of language that one expresses. ഡയസ്പോറ എന്ന് പറയുന്ന ടേം ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് അല്ലേ. നമുക്ക് ഒരു മൊഡ്യൂൾ തന്നെയുണ്ട് ഡയസ്പോറിക് ഐഡൻറ്റിറ്റീസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട്. ഡയസ്പോറിക് പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരുപാട്, അല്ലെ ഡയസ്പോറിക് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ദേ ആർ ഫേസിങ് മെനി പ്രോബ്ലംസ്, മാനിഫോൾഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെനി പ്രോബ്ലംസ്, ദേ ആർ ഫേസിങ് മെനി പ്രോബ്ലംസ്. ഒരു ഉറപ്പായിട്ടും ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ, ലാംഗ്വേജ് റിലേറ്റഡ് പ്രോബ്ലം, അതിനെയാണ് ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം എന്ന് പറയുന്നത്. മദർ ടങ് ഇൻഫ്ലുവൻസ് ഉള്ള ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരുന്ന ഈ മൈഗ്രൻ്റ് ഡയസ്പോറിക് കമ്മ്യൂണിറ്റി സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം സോഷ്യൽ പ്രോബ്ലം, സൈക്കോളജിക്കൽ പ്രോബ്ലം, ഇക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലം, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലം, കൾച്ചറൽ, സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഒരു ഫോറിൻ കൺട്രിയിൽ ഈ ഡയസ്പോറിക് കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. Then the essay underlines the dilemmas, conflicts and awkward situations a diasporic individual finds himself in because of the problems of language. And the title, Mother Tongue, is quite apt here, as the author is here dealing with the kind of Englishes her mother uses in the private as well as in the public spheres. നമ്മൾ മുമ്പേയൊക്കെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. മദർ ടങ് എന്നുള്ള ടൈറ്റിൽ ഇവിടെ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ, ഈ എസ്സേക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ് മദർ ടങ്. വൈ? ബിക്കോസ് എമീറ്റാൻ is saying about her mother's language, her mother's variety of English language. അമ്മ പല സാഹചര്യത്തിലും യൂസ് ചെയ്യുന്ന ബ്രോക്കൺ ഇംഗ്ലീഷ്, ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള അമ്മ യൂസ് ചെയ്യുന്ന ബ്രോക്കൺ ഇംഗ്ലീഷ്, അതിനെപ്പറ്റിയാണ് ഈ എസ്സേ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മദർ ടങ് എന്നുള്ള ടൈറ്റിൽ ഈ എസ്സേക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ്. ദെൻ എമീറ്റാൻ ഈ എസ്സേയിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. To inform and educate readers about the different Englishes there are and how her mother's broken English is not really broken. And she quotes her, so we
the readers have a better understanding of the way she talks, the way Emitan's mother talks. And even though it may not seem so clear for us, she reaffirms her statement that for her it is perfectly clear. എമിറ്റാൻ എസ്സേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദർ ആർ ഡിഫറെൻറ്റ് ഇംഗ്ലീഷസ് that are using by different people according to their situation or according to the context. പല സിറ്റുവേഷൻ അനുസരിച്ചും പല ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഡിഫറെൻ്റ് ആണ്. ഒരു അക്കാഡമിക് ലെവലിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആയിരിക്കുകയില്ല ഹോം ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ടൈപ്സ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട് എന്ന് എസ്സേയിലൂടെ എമിറ്റാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ എമിറ്റാൻ്റെ മദർ ടങ്, മദേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രോക്കൺ ഇംഗ്ലീഷ് അല്ല. അത് റീഡേഴ്സിന് അല്ലെങ്കിൽ അമ്മയുടെ ഇംഗ്ലീഷ് കേൾക്കുന്ന മറ്റ് ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലായില്ലെന്ന് വരാം. എന്നാൽ എമിറ്റാനെ സംബന്ധിച്ചിടത്തോളം മദേഴ്സ് ഇംഗ്ലീഷ് ഈസ് പെർഫെക്റ്റ്ലി ക്ലിയർ. എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ തീംസ് ആണ് ഷെയിം ആൻഡ് ടു വേൾഡ്സ്. ഷെയിം ആൻഡ് അബൌട്ട് ടു വേൾഡ്സ്. ഷെയിം എമിറ്റാൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഷെയിം എന്നൊരു ഫീലിംഗ് എമിറ്റാൻ്റെ ചൈനീസ് അപ്പിയറൻസ് കാരണം, എമിറ്റാൻ്റെ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ലാംഗ്വേജ് കാരണം ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് എസ്സേയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. When Tan was a child, she felt ashamed because of her mother's English since people couldn't understand her mom. നമ്മൾ പല ഇൻസിഡൻസും പല അനക്ഡോട്ട്സും എമിറ്റാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ മദേഴ്സ് ഇംഗ്ലീഷിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. മദറിൻ്റെ ഇംഗ്ലീഷ് എത്രമാത്രം ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, തൻ്റെ ഓപ്പർച്യൂണിറ്റീസൊക്കെ പല വിധത്തിൽ ഇല്ലാതാക്കുന്നതിന് ഒരു കാരണം അമ്മയുടെ ഇംഗ്ലീഷ് ആയിരുന്നു എന്നൊക്കെ എമിറ്റാൻ പറയുന്നുണ്ട്. So Tan felt ashamed of her mother's English, and Tan was stuck in two worlds since she used a speech full of careful rote grammatical phrases and her mother's broken or fractured English. എമ്മി ടാൻ എന്ന ഡോട്ടർ ഒരു ചൈനീസ് അമേരിക്കൻ ഫാമിലിയിൽ ജനിച്ച എമ്മി ടാൻ ടു വേൾഡിൻ്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ എന്താണ് ടു കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്ക്, ടു കൾച്ചറിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇൻ്റർമീഡിയറി പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, പബ്ലിക് സ്പേസിൽ എമിറ്റാൻ യൂസ് ചെയ്യുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. വീട്ടിൽ അമ്മയോട് സംസാരിക്കാൻ യൂസ് ചെയ്യുന്നത് ബ്രോക്കൺ ഇംഗ്ലീഷാണ് ഓർ ഫ്രാക്ചേർഡ് ഇംഗ്ലീഷാണ്, സിമ്പിൾ ഇംഗ്ലീഷൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ടു വേൾഡ് അവിടെ തീമായിട്ട് വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ദെൻ എസ്സേയിൽ എമിറ്റാൻ ഏതൊക്കെ ടോണിലാണ് എസ്സേ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അനക്ഡോട്ട്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടോൺ നമുക്ക് കാണാം. ദെൻ മദറിൻ്റെ ഇംഗ്ലീഷിനെ പറ്റി, മദേഴ്സ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ബ്രോക്കൺ എന്നൊക്കെ എമിറ്റാൻ പറയുമ്പോൾ അവിടെ ഒരു ഡിഫെൻസീവ് ടോൺ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദർ ഈസ് ഓൾസോ എ ജെൻറ്റിൽ ടോൺ. മദേഴ്സ് ഇംഗ്ലീഷിനെ പറ്റി ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മദേഴ്സ് ഇംഗ്ലീഷ് ബ്രോക്കൺ ഇംഗ്ലീഷ് അല്ല, തനിക്ക് അതൊരു പെർഫെക്റ്റ്ലി ക്ലിയർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണെന്നാണ് തനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നൊക്കെ എമിറ്റാൻ പറയുമ്പോൾ അവിടെ ഒരു ജെൻറ്റിൽ ടോൺ എമിറ്റാൻ എന്ന റൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹെർ എസ്സേ മദർ ടങ് ബൈ എമിറ്റാൻ. മദർ ടങ് എന്ന് പറയുമ്പോൾ എമിറ്റാൻ ഉദ്ദേശിക്കുന്നത് എമിറ്റാൻ്റെ സ്വന്തം മദർ സംസാരിക്കുന്ന, സ്വന്തം അമ്മ സംസാരിക്കുന്ന ലാംഗ്വേജാണ്. ബ്രോക്കൺ ഇംഗ്ലീഷ്, ഫ്രാക്ചേർഡ് ഇംഗ്ലീഷ് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും എമിറ്റാനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ്ലി ക്ലിയറായ മദേഴ്സ് ഇംഗ്ലീഷിനെയാണ് മദർ ടങ് എന്ന എസ്സേയിലൂടെ എമിറ്റാൻ നമുക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ് ഒരു ഫോറിൻ കൺട്രിയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കാണിക്കാനാണ് എമിറ്റാൻ ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഡയസ്പോറിക് പീപ്പിൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഒന്നാണ് ലാംഗ്വേജ് പ്രോബ്ലം ഓർ ലിംഗ്വിസ്റ്റിക് ഡിഫിക്കൽട്ടീസ്.
സോഷ്യൽ, കൾച്ചറൽ, സൈക്കോളജിക്കൽ, ഇൻ്റലക്ച്വൽ ഡിഫിക്കൽട്ടീസൊക്കെ ഇവർ വേറെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ലാംഗ്വേജ് റിലേറ്റഡ് പ്രോബ്ലമാണ് മൈഗ്രൻസ് ആയിട്ടുള്ള ഡയസ്പോറിക് പീപ്പിൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നത് എന്നാണ് എം.ഇ. ടാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 7 കൊടുത്തിരിക്കുന്ന എം.ഇ. ടാൻ്റെ മദർ ടങ് എന്നുള്ള എസ്സേ വായിച്ച് നോക്കാൻ മറക്കരുത്. Okay, let us wind up today's class. Thank you.